നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ എല്ലാവരും എത്തുന്നതിന് മുൻപേ വേദിയിൽ ആദ്യം എത്തിയത് രാജീവ് ചന്ദ്രശേഖറാണ്. ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം ആദ്യമെത്തി സ്ഥാനം പിടിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനും ചടങ്ങിൽ ക്ഷണമുണ്ടായിരുന്നു. അതിന് പ്രകാരം അദ്ദേഹം വേദിയിലെത്തി നേരത്തെ തന്നെ ഇരിപ്പുറപ്പിച്ചു. ഇത് കണ്ട് BJP പ്രവർത്തകർ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖറും അത് ഏറ്റുവിളിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് സദസ്സിലിരുന്ന മന്ത്രി മുഹമ്മദ് റിയാസിന് ഇതങ്ങ് അത്രയങ്ങ് പിടിച്ചില്ല. താൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ സദസ്സിൽ ഇരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ മാത്രം വേദിയിൽ ഇരുന്നതാണ് മുഹമ്മദ് റിയാസിന് അത്രയങ്ങ് ദഹിക്കാതെ പോയത്. ഇതോടെ രാജീവ് ചന്ദ്രശേഖരനെ പരിഹസിക്കുകയും ചെയ്തു. ഏതാണ്ട് 10 മണിയോടെയാണ് രാജീവ് ചന്ദ്രശേഖർ സ്ഥലത്തെത്തിയത്. ഉടനെ തന്നെ വേദിയിൽ സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. ആ സമയം വേദിയിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസും മറ്റു മന്ത്രിമാരും സദസ്സിൽ തന്നെയാണ് ഇരുന്നിരുന്നത്. എല്ലാവരും വേദിയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. സംസ്ഥാനത്തിന്റെ ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സദസ്സിലാണ് ഇരുന്നത്. അപ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്രയോ നേരത്തെ തന്നെ സർക്കാർ പരിപാടിക്ക് വേദിയിൽ സ്ഥാനം പിടിച്ചത്. കൂടാതെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇത് അല്പത്തരമല്ലേ എന്നാണ് മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് ഇത്തരമൊരു അവസരം അദ്ദേഹത്തിന് നൽകിയത്. ഇത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. അവിടെ വന്നിരിക്കുന്ന വ്യക്തിയെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഇരുന്നത് മാത്രമല്ല, മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഇതൊരിക്കലും മലയാളികൾ പൊറുക്കില്ല. BJP പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോട് സ്വീകരിക്കുന്ന നിലപാടിന് ഉദാഹരണമാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വേദിയിൽ ഇരുന്നതിലൂടെ പ്രകടമാകുന്നതെന്നും മുഹമ്മദ് റിയാസ് വിമർശിച്ചു. എന്നാൽ മുഹമ്മദ് റിയാസിനെ പരിഹസിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയത്. നിങ്ങളുടെ സർക്കാരിന്റെ 4ാം വാർഷികത്തിന് നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ സ്റ്റേജിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നാണ് രാഹുലിന്റെ പരിഹാസം. പദ്ധതിയുടെ നടത്തിപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ പോലും അവഗണിക്കുന്ന സർക്കാർ നയത്തെ പരിഹസിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വാക്കുകൾ. അതേസമയം വിഴിഞ്ഞം പദ്ധതിയും ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ രാജീവും പ്രതികരിച്ചിരിക്കുകയാണ്. ഒരു കല്ലിന്റെ സംഭാവന ആരും മറക്കരുത്. എല്ലാം പൊതുമധ്യത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിലാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. ഇന്ത്യക്കും ലോകത്തിനും കേരളം നൽകുന്ന ഒരു സംഭാവന തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി എന്നാണ് രാജീവ് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ വിഴിഞ്ഞത്തിൽ ചരിത്ര വസ്തുക്കളെ വളച്ചൊടുക്കുകയാണെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. കരുണാകരനാണ് വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. പല വെല്ലുവിളികളും മറികടന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അതിനെ LDF സർക്കാർ കുത്തകയാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല. അതേസമയം വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. പദ്ധതി പ്രദേശം സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നടത്തിയത്. ഉദ്ഘാടന പ്രസംഗം മലയാളത്തിൽ തന്നെയാണ് അദ്ദേഹം ആരംഭിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി ശ്രീ പത്മനാഭന്റെ മണ്ണിലേക്ക് വരാൻ സാധിച്ചതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്.